ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ സ്പെഷ്യലായിട്ട് ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്കേറെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഞാൻ ഇതിലോട്ടേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് നന്നായി ചതച്ചതിന് ശേഷം അത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഉള്ളി നേറിങ്ങനെ അരിഞ്ഞിട്ട് അതും ഇട്ടെടുത്തു. പിന്നെ ഉള്ളി ഒന്ന് ശരിക്കും ഇങ്ങനെ കുക്കായി വരാൻ വേണ്ടിയിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ അത് വേഗം കുക്കാവും. ഉപ്പിട്ടതിന് ശേഷം ഞാൻ അതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടാ, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ചിക്കൻ ഞാൻ വന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫ്രൈ ചെയ്യുന്നതൊന്നും വീഡിയോ മിസ്സായിപ്പോയി എൻ്റെ ഇഷ്ടത്തിന്. അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടാ. ഡീപ്പ് ഫ്രൈ ആക്കണ്ട, കുറച്ച് ഒന്ന് ഇതായി വന്നാൽ മതി. അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ആ തക്കാളി ഉള്ളിൻ്റെയും മസാലയിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിക്ക് ശേഷം ചിക്കൻ മസാലയാണ് ഗൈസ് ഞാൻ ഇടുന്നത്. ചിക്കൻ മസാല ഇട്ടതിന് ശേഷം നമുക്ക് സിനമൺ പൗഡർ ഉണ്ടല്ലോ, പട്ടേൻ്റെ പൊടി, അപ്പോൾ അതിട്ട് കൊടുക്കുക. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, കുറേ നേരം ഇളക്കുക. ശരിക്കും നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. ഇപ്പോൾ കാണിച്ചിടാം ഞാൻ അവിടെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ. ചെറുങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ തക്കാളി ഉള്ളിയും നന്നായിട്ടൊന്ന് എന്താ ഇങ്ങനെ റൗണ്ടിൽ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം തക്കാളി ഉള്ളി ഒന്ന് കുത്തി കൊടുക്കണം അവിടെ, ഇങ്ങനെ ചതക്കുന്ന പോലെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് തന്നെ ഇടണം കേട്ടോ, എന്നാലും അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അത് കുറച്ച് നേരം അടച്ച് വെച്ച് നന്നായി തിളച്ചതിന് ശേഷം ഒന്ന് ചിക്കനൊക്കെ ഒന്ന് വെന്തതിന് ശേഷം അതിലോട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് ഞാനിൻ്റെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാനിതിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഫുള്ളായിട്ട് തിളച്ച് വന്നതിന് ശേഷം കേട്ടോ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അടച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ആ ഒരു ചൂടിൽ തന്നെ ആ മല്ലിച്ചപ്പിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു മണം, അത് അതിലോട്ട് കയറിക്കോളും. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ.